കുന്നമംഗലത്തുള്ള നിങ്ങളുടെ യൂത്ത് ലീഗ് നേതാവ് ഒരിക്കൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചോ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്ന്. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്. മതമാണ് 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 പ്രശ്നം ഞങ്ങളുടേതെന്നും ഞങ്ങൾ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. ഞാനിവിടെ BJPക്കെതിരെ എന്റെ സുഹൃത്ത് പറഞ്ഞ ഒന്നിട്ട് കാര്യങ്ങൾ താങ്കൾ ഇടപെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇടപെടും. താങ്കൾ ഒറ്റ ചോദ്യമാണ് ലീഗ് പ്രതിയോട് ചോദിച്ചത്. അതിന് അദ്ദേഹം എന്ത് ഉത്തരമാണ് സ്മൃതിക്ക് നൽകിയതെന്ന് എനിക്കറിയില്ല. സ്മൃതി ഒരിക്കൽ പോലും ഇടപെട്ടും കണ്ടില്ല, ചോദ്യം ആവർത്തിച്ചും കണ്ടില്ല. ഞാൻ എന്റെ ലീഗിന്റെ പ്രതിയോട് ഒറ്റ ചോദ്യം എന്തേ ആവർത്തിക്കുന്നത്, ഞങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾ ഈ വായിച്ച ഇംഗ്ലീഷിലുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ BJPയുടെ അജണ്ട തന്നെയാണോ തെലങ്കാനയിൽ നിങ്ങൾ നടപ്പിലാക്കുന്നത്? ജാർഖണ്ഡിൽ ഇതേ കാര്യമാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത്? അത് ശരിയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഇത് തന്നെയല്ലേ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സർ, ഞാൻ ശരിയെന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യം വാദിക്കാനാണ് വന്നത്. ഒരുപാട് ചരിത്രപരമായ തെറ്റുകൾ ഇന്നുമുണ്ട്. കുന്നമംഗലത്തുള്ള നിങ്ങളുടെ യൂത്ത് ലീഗ് നേതാവ് ഒരിക്കൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചോ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്ന്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ആ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്. പോയി ചത്തുടടാ. മതമാണ് 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 പ്രശ്നം ഞങ്ങളുടേതെന്നും ഞങ്ങൾ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഇവരുടെയൊക്കെ ആദർശത്തെ ജനം പുച്ഛിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ? പിന്നെ സ്മൃതി, എനിക്ക് രണ്ട് വിയോജിപ്പ് എന്റെ സുഹൃത്ത്, ഞാൻ ഏറെ ആരാധനയോടെ കാണുന്ന ബഹുമാനപ്പെട്ട ചുക്കൂട്ടേട്ടനോടുള്ളത്. സർ, എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. യുവജന വിദ്യാർത്ഥി സംഘടനകളെ കല്ലെറിയാൻ മാത്രം പരിശീലിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത് ക്രിയാത്മകമായിട്ട് ഒന്നും നടക്കില്ല. ഇങ്ങനെയല്ലേ ജാഥ വിളിക്കുന്നത്? രണ്ട് തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അല്ല സർ, തൃശ്ശൂരിൽ CPIയുടെ സീറ്റാണ് എന്ന് താങ്കോട് ആരാ പറഞ്ഞത്? അത് പ്രതാപന്റെ സീറ്റല്ലേ? പ്രതാപൻ കോൺഗ്രസ് അല്ലേ? പ്രതാപന്റെ പഞ്ചായത്തിൽ ഉൾപ്പെടെ BJPക്ക് വോട്ട് വർദ്ധിച്ചതല്ലേ? അപ്പൊ എങ്ങനെയാ CPIയുടെ സീറ്റായത് തൃശ്ശൂര്? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ കരാറിന് പിന്മാറാൻ അസാധ്യമാണ് എന്ന്. അല്ല സർ, 2022 കരാറിൽ ഒപ്പിട്ട പഞ്ചാബ് 2023 ജൂലൈ മാസം 18-ാം തീയതി പിന്മാറാൻ സാധിക്കും സർ. വീണ്ടും അവർ 2024 ജൂലൈ ഈ കരാറിൽ തിരിച്ചു കയറി. ഇത്രയേ ഉള്ളൂ സ്മൃതി. ആശയപരമായി ചില ഇംഗ്ലീഷൊക്കെ നമ്മൾ പറയും. ഏത് നിമിഷവും മുന്നണി മാറാൻ കൊൽപ്പ് കൂട്ടിയിരിക്കുന്ന, പാത്തും പതുങ്ങിയും കേരളത്തിൽ മുന്നണി മാറ്റം ഒരു കലയായി കാണിച്ചിരിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുമ്പോൾ ഇതൊക്കെ പറയും. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഞാൻ CPMന്റെ തെറ്റ് തിരുത്തുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നു. അവർ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ കാണിച്ച അതേ പാത പിന്തുടരുമ്പോൾ വൈകി ഉദിച്ച ആ ബുദ്ധിയെ സ്വീകരിക്കുമ്പോൾ എന്ത് പറ്റി രമണ? സ്മൃതി, ഒരു ഒറ്റ ചോദ്യം കൂടി. സവർക്കർ കേരളത്തിൽ പഠിക്കുവോ സ്മൃതി? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സവർക്കറെ കുറിച്ചും ഹെഡ്ഗവാറിനെ കുറിച്ചും 2021-22 സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ? CPMന്റെ പാർട്ടി ക്ലാസ്സിൽ ഇപ്പോഴും RSSന്റെ ആശയവും വളർച്ചയും പഠിപ്പിക്കുന്നില്ലേ? നമ്മൾ എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഒപ്പിടണ്ട. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അനുകൂലമായ തയ്യാറാക്കാൻ സ്മൃതി പോയോന്ന് എനിക്കറിയില്ല. കണ്ണൂർ അങ്ങ് പോയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾക്ക് അനുകൂലമാണോ എന്നതിനെ കുറിച്ച് സ്മൃതി വേവലാതിപ്പെടരുത് പ്ലീസ്. അല്ല, പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അല്ലല്ല, പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് പഠിപ്പിക്കുന്നത്? NEP സ്മൃതി എന്ന മാധ്യമ പ്രവർത്തക, NEP എന്താണെന്ന് ഒന്ന് വായിച്ചാൽ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല. ക്രിട്ടിക്കൽ പെഡഗോഗി, വിമർശനാത്മക പഠനം. അത് ഇത് മാത്രമല്ല, മാധ്യമ പ്രവർത്തനത്തെ കുറിച്ചും ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ക്രിട്ടിക്കൽ സ്റ്റഡി. ഇവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും.
ഈ രാജ്യത്ത് അത്തരം ഒരു പാഠ്യപദ്ധതിയാണ് സ്മൃതി ഈ NEP മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയും, 50-ലധികം നേട്ടങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് പറയാൻ കഴിയും. നിങ്ങൾ ഊഹാപോഹങ്ങളും കോട്ടിങ്സും അല്ലാതെ 5 പോരായ്മകൾ NEP കുറിച്ച് പറഞ്ഞാൽ ഞാൻ അടുത്ത സംവാദത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാം. ശരി, അടുത്ത സംവാദത്തിലാവട്ടെ. ഊഹാപോഹങ്ങളല്ലാതെ ശരി, ഊഹാപോഹങ്ങളല്ല, ഇതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അല്ലല്ല, NEP-യിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഇപ്പോൾ മുഹമ്മദ് ഷാഫിയുടെ കാര്യങ്ങൾ നമ്മുടെ സമയം കഴിയായതുകൊണ്ട് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. പറയാം. NEP എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയാം. നമ്മുടെ സമയം കഴിയുകയാണ്. ഞാൻ മറുപടി പറയട്ടെ. വേഗം മുഹമ്മദ് ഷാ. ചെല്ലടാ ചെല്ലി പോയി കാണ കഴുക്, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. ബി ജെ പി സർക്കാർ ഇരുന്നപ്പോൾ കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ ചെയ്തതിനെ ഇപ്പോ ജാർഖണ്ഡിലും ഒക്കെ ഒപ്പിട്ട് കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പറയുകയാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒന്നും കൂടി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നോക്കണം. എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് അത് എവിടെയാ ക്ലോസ് എന്ന് പറയാമോ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. സ്റ്റേറ്റിന് പിന്മാറാൻ പറ്റുന്ന ക്ലോസ് എവിടെയാന്ന് കാണിച്ചു തരാമോ? ഞാനൊരു അഭിഭാഷകനാണെന്ന് പറയാണ്. ഒരു എഗ്രിമെന്റ് പിന്മാറണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യണം. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പെർമിറ്റ് ചെയ്യണം. സെർച്ച് ഒന്നും ചെയ്യണ്ട. ഒരു എഗ്രിമെന്റ് കണ്ടാൽ എഗ്രിമെന്റ് കണ്ടീഷൻ വായിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പിന്മാറണമെങ്കിൽ വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ എന്താ നിങ്ങൾ വായിച്ചു നോക്കൂ. സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, സ്റ്റേറ്റിന് ഓപ്ഷൻ ഇല്ല. ക്ലോസ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. അങ്ങനെ അപ്പൊ അവിടെ എവിടെയാ പ്രൊവിഷൻ ഉള്ളത്? നിങ്ങളോട് എനിക്ക് എതിർപ്പയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഐഡിയോളജിയാണ്. നിങ്ങളുടെ ഐഡിയോളജി നടപ്പാക്കാൻ നിങ്ങൾ ഉത്തരം പറ. അത് ശ്രമിക്കുന്നു. ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. അത് സെൻട്രൽ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അറിയില്ല എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ശരി, ജനങ്ങൾ സ്വീകരിച്ച ഐഡിയോളജി എന്ന് അങ്ങ് ആവർത്തിച്ച് തുടക്കത്തിൽ തൊട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം CPIക്ക് മുന്നിൽ ഇനി എന്താണ്, CPI എന്ത് തീരുമാനം എടുക്കും വരും ദിവസങ്ങൾ അറിയാമല്ലോ. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?